ഹലോ കൂട്ടുകാരെ, നമുക്കൊരു ലിവർ ഫ്രൈ റെസിപ്പി ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ലിവർ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ലിവർ എടുത്തിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന ലിവർ നമുക്കിതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിക്കണം. 3 പൊടികളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്: മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഇട്ട് ഈ ലിവർ ഒന്ന് തട്ടിയിട്ട് കൊടുക്കണം. ഇത് എല്ലാം നന്നായിട്ടൊന്ന് തവി വെച്ച് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ അടച്ച് വെച്ച് ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ ഞാനൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കരൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ തയ്യാറാക്കാം. കുറച്ച് ചുവന്നുള്ളിയും ഒരു 2 ചെറിയ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് 2, 3, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി സ്പൈസസ് എല്ലാം കൂടെ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഈ പൊടിയുടെ എല്ലാം നല്ല ചെവയെല്ലാം ഒന്ന് മാറിയെടുക്കണം. അതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ ഞാൻ 2 ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് ലെമൺ ജ്യൂസും ഒരു 2 പുതിനയിലയുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കരളിലൂടെ തട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വേവിച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പം കരൾ ഫ്രൈ ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം.